ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ പ്രത്യേകതയുള്ളൊരു പഠന പരമ്പരയാണ് റോമാലേഖനം. ഈ ലേഖനത്തിൽ നിന്നുള്ള 87ാമത്തെ പഠനത്തിലാണ്. വിശ്വാസ ജീവിതയാത്രയിൽ ഓരോ വിശ്വാസിയെ സംബന്ധിച്ചും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മുന്നോട്ടുള്ള പഠനത്തിൽ നാം വ്യക്തമായി തന്നെ ഇസ്രായേലിനെക്കുറിച്ചും അവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ചും വിശ്വാസ ജീവിതം എങ്ങനെ പ്രായോഗികമായി ജീവിക്കണമെന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം ഈ പുസ്തകം വളരെ വ്യക്തമായി അടിസ്ഥാനപരമായി പഠിപ്പിക്കുകയാണ്. ദൈവത്തിലൊരിക്കലും മാറ്റമില്ല. കാലങ്ങൾക്കനുസരിച്ച് മാറേണ്ട കാര്യം ദൈവത്തിനില്ല. കാരണം ദൈവം സർവ്വജ്ഞാനിയാണ്. നാം ഇപ്പോൾ 4-ാം അധ്യായത്തിൽ വിശ്വാസത്താലുള്ള നീതീകരണമെന്ന ഈ പുസ്തകത്തിൻ്റെ പ്രമേയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അബ്രഹാം എന്ന പൂർവ്വപിതാവിൻ്റെ ജീവിതത്തിൽ നിന്ന്, യഹൂദന്മാരുടെ പൂർവ്വപിതാവായ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നിന്ന്, വിശ്വാസ ജീവിതത്തിൽ നിന്ന് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അധ്യായത്തിൻ്റെ പ്രാധാന്യ നിമിത്തം അല്പം പിന്നിലേക്ക് വീണ്ടും പോവുകയാണ്. അതുകൊണ്ട് ഈ റോമലേഖനം 4-ാം അധ്യായം വളരെ പ്രാധാന്യമുള്ളതാണ്. 8-ാം അധ്യായം പോലെ മറ്റൊരു പ്രാധാന്യമുള്ള അധ്യായമാണ് റോമലേഖനം 4-ാം അധ്യായം. അപ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് അല്പം പിന്നിലേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അതിൻ്റെ 9 മുതലുള്ള വാക്യങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടെ വായിക്കുകയാണ്. നാം ആദ്യം അബ്രഹാമിനെ ദാവീദിനെക്കുറിച്ച് പൗലോസ് അവതരിപ്പിച്ചു. അതിനുശേഷം ഇങ്ങനെയാണ് ചോദിച്ചത്. ഒരു ഭാഗ്യവർണ്ണന പറഞ്ഞു. അധർമ്മം മോചിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ, കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞതിന് ശേഷം 9-ാം വാക്യത്തിൽ ഇങ്ങനെ ആരംഭിച്ചു. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിന് കൂടെയോ? അബ്രഹാമിൻ്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിലത്രേ. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുന്നവരുമായ പരിച്ഛേദനക്കാർക്ക് പിതാവായിരിക്കേണ്ടതിനും തന്നെ. 13-ാം വാക്യം. ലോക അവകാശിയാകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനോ അവൻ്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല, വിശ്വാസത്തിൻ്റെ നീതിയാലല്ലോ ലഭിച്ചത്. എന്നാൽ ന്യായപ്രമാണമുള്ളവർ അവകാശികളെങ്കിൽ വിശ്വാസം വ്യർത്ഥവും വാഗ്ദത്തം ദുർബലവും എന്ന് വരും. ന്യായപ്രമാണമോ കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണമില്ലാത്തിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിൻ്റെ വിശ്വാസമുള്ളവർക്കും കൂടെ ഉറപ്പാകേണ്ടതിന് തന്നെ. മരിച്ചവരെ ജയിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെപ്പോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ. ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നിൻ്റെ സന്തതി ഇവണ്ണമാകും എന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്നവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്തെ ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. 19 വരെയാണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അബ്രഹാമിൻ്റെ പരിച്ഛേദന, അബ്രഹാം ഏറ്റ പരിച്ഛേദന വ്യക്തമായി കാണിച്ചു തരുന്നു. അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പരിച്ഛേദനയ്ക്ക് മുമ്പാണ്. അബ്രഹാം പരിച്ഛേദന ചെയ്തത് നീതീകരിക്കപ്പെട്ടതിന് ശേഷമാണ്. ഇപ്പോൾ ഒരു വലിയ ചോദ്യത്തിലൂടെ അവതരിപ്പിക്കുകയാണ്. ഈ ഭാഗ്യവർണ്ണനം പരിച്ഛേദനയ്ക്കോ? ഇപ്രകാരം പാപം ക്ഷമിക്കപ്പെടുക എന്ന് പറയുന്ന, നീതീകരിക്കപ്പെടുക എന്ന് പറയുന്ന ഭാഗ്യകരമായ അവസ്ഥ പരിച്ഛേദനയുടെ അടിസ്ഥാനത്തിലാണോ എന്ന ചോദ്യമാണ് ഉന്നയിച്ചത്. യഹൂദന്മാരെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ അവർ അഭിമാനിച്ചു. ഒന്ന്, പരിച്ഛേദനയേറ്റവരാണ്. 2, ന്യായപ്രമാണം ലഭിച്ചവരാണ്. പരിച്ഛേദന അവരുടെ പ്രത്യേക ജാതി എന്ന നിലയിൽ അതിലേക്ക് പ്രവേശിക്കാനായിട്ടുള്ള മാർഗമെന്ന നിലയിൽ പരിച്ഛേദന അവർ വളരെയധികം അഭിമാനിച്ചു. 2-മത് ന്യായപ്രമാണം, അതായത് ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിച്ചുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് എത്തുവാൻ കഴിയുമെന്ന ധാരണ. ഇത് 2ലും അവർ അഭിമാനിച്ച് പ്രശംസിച്ചു. അപ്പോൾ ന്യായപ്രമാണം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്താലുള്ള നീതീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ടും അതേപോലെ പരിച്ഛേദനയും അവർ അത് കരുതി. ഇവിടെ ചോദ്യം പൗലോസ് ഉന്നയിക്കുന്നത്, അബ്രഹാമിനെ ദൈവം നീതിമാനായിട്ട് പ്രഖ്യാപിച്ചത് ഏത് സമയത്താണ്? പരിച്ഛേദനയ്ക്ക് മുമ്പാണോ പരിച്ഛേദനയ്ക്ക് ശേഷമാണോ? വ്യക്തമായ ഉത്തരം നമുക്കറിയാം, നമ്മൾ കേട്ടതാണ്. പരിച്ഛേദനയ്ക്ക് മുമ്പ്. അബ്രഹാമിനെ ദൈവം നീതിമാനായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പരിച്ഛേദന എന്ന ശുശ്രൂഷ ഏറ്റെടുത്തത്, താൻ സ്വീകരിച്ചത്. അതിനു മുമ്പേ ദൈവത്തിൽ അർപ്പിച്ച തൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ നീതിമാനായി പരിഗണിച്ചു. അതായത് പരിച്ഛേദനയ്ക്ക് മുമ്പാണ് ദൈവം അബ്രഹാമിനെ നീതിമാനായി പ്രഖ്യാപിച്ചത്. ഏകദേശം 99 വയസ്സായപ്പോഴാണ് അബ്രഹാം പരിച്ഛേദനയേറ്റത്. 99 വയസ്സ്.
അതിനു മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനെ തന്നിൽ ദൈവം അബ്രഹാം അർപ്പിച്ച വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീതിമാനായിട്ട് പ്രഖ്യാപിച്ചു. 100-ാമത്തെ വയസ്സിൽ ഇസഹാക്ക് ജനിച്ചു. ഏകദേശം 115-120-ാമത്തെ വയസ്സിലാണ് ഇസഹാക്കിനെ യാഗം കഴിപ്പിക്കുന്നത്. അതിനുവേണ്ടി തയ്യാറായി മലയിൽ പോയത്. ഉൽപ്പത്തി 17-24-21 വാക്യങ്ങൾ. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം വ്യക്തമാണ്. ഈ ഭാഗ്യവ്രണം പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനും കൂടെയോ? ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു, അഗ്രചർമ്മത്തിൽ വെച്ചാണ്. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസനീതി, അതായത് പരിച്ഛേദന എന്ന കർമ്മം, ചേലാകർമ്മം, ആ ലിംഗത്തിൻ്റെ അഗ്രം വെട്ടി മാറ്റുന്ന ആ ഒരു ചേലാകർമ്മം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസനീതി, അതാണ് അബ്രഹാമിന്. ആ നീതിയുടെ അടിസ്ഥാനത്തിലാണ് ദൈവം അബ്രഹാമിനെ നീതിമാനായി പ്രഖ്യാപിച്ചത്. അപ്പോൾ പരിച്ഛേദന എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ നീതീകരണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. യഹൂദന്മാർ അതിൽ ഊറ്റം കൊണ്ടു. പരിച്ഛേദന, പൗലോസ് പറഞ്ഞപ്പോൾ ഈ പരിച്ഛേദന എന്ന് പറയുന്ന കർമ്മത്തിന് നീതീകരണമായി യാതൊരു ബന്ധവുമില്ല. അബ്രഹാമിനെ നോക്ക്. അബ്രഹാമിനെ എപ്പോഴാണ് ദൈവം നീതീകരിച്ചത്? പരിച്ഛേദന സ്വീകരിക്കുന്നതിന് മുമ്പ്. അപ്പോൾ അബ്രഹാം ഈ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസതയുടെ മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം. ഇപ്പോൾ 2 വാക്ക്, മുദ്ര, അടയാളം എന്ന വാക്കുകൾ നമ്മൾ കണ്ടു. അത് സ്വീകരിച്ചത് അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെയാണ്. താൻ നീതീകരിക്കപ്പെട്ടു എന്ന പ്രഖ്യാപനത്തിന് ശേഷമാണ്. അപ്പോൾ തനിക്ക് ലഭിച്ച ഈ അടയാളം എന്ന് പറയുന്നത് ദൈവവുമായുള്ള ഉടമ്പടി ബന്ധത്തിൻ്റെ സൂചനയാണ്. ദൈവവുമായി ഞാനൊരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ചു. ദൈവം ഉടമ്പടിയുടെ ദൈവമാണ്. യഹോവ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. ദൈവവുമായൊരു ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിച്ച അബ്രഹാം ആ ഉടമ്പടി ബന്ധത്തിൻ്റെ അടയാളമാണ്. കൂടാതെ ഭൗതികമായുള്ളൊരു തെളിവ്, പരിച്ഛേദന തെളിവിലൂടെ അബ്രഹാം ദൈവം നീതീകരിച്ചു എന്നതിൻ്റെ വിശ്വാസത്താൽ നീതീകരിച്ചു. വിശ്വാസമാണ് മാതൃക, വിശ്വാസമാണ് അടിസ്ഥാനം, വിശ്വാസമാണ് അതിനുള്ള മുഖാന്തരം നീതീകരിക്കപ്പെടാൻ. അത് ഇന്നും വാസ്തവമാണ്. വിശ്വാസമാണ് അടിസ്ഥാനം. അപ്പോൾ വാസ്തവത്തിൽ അബ്രഹാമും ദൈവം തമ്മിലൊരു ബന്ധമില്ലായിരുന്നുവെങ്കിൽ ഈ പരിച്ഛേദന കൊണ്ട് യാതൊരു ഗുണവുമില്ല. അതിൻ്റെ 11-12 വാക്യങ്ങളെ അഗ്രചർമ്മത്തിലുണ്ടായിരുന്ന വിശ്വാസനീതിക്ക് മുദ്രയായി പരിച്ഛേദന നടയാളം അവൻ ലഭിച്ചത്. അഗ്രചർമ്മത്തോടുകൂടെ വിശ്വസിക്കുന്നവർക്ക് കൂടി നീതി കണക്കിടപ്പെടുവാൻ തക്കവണ്ണം താൻ അവർ എല്ലാവർക്കും പിതാവായിരിക്കേണ്ടത്. അബ്രഹാമിനെ എന്തുകൊണ്ടാണ് ദൈവം ഈ അഗ്രചർമ്മത്തിൽ വെച്ച് തന്നെ നീതിമാനായി പ്രഖ്യാപിച്ചത്? കാരണം താൻ സകല മനുഷ്യരുടെയും വിശ്വാസികളുടെയും എല്ലാം പിതാവായി മാറണം. യഹൂദന്മാരുടെ മാത്രമല്ല, യഹൂദന്മാരുടെ മാത്രം പിതാവായി തീരണം അബ്രഹാം എന്നുണ്ടായിരുന്നെങ്കിൽ ദൈവം അബ്രഹാമിനെ പരിച്ഛേദന സ്വീകരിച്ചതിന് ശേഷം നീതീകരിച്ചേനെ. അതിന് പകരം ദൈവം എന്താ ചെയ്തത്? പരിച്ഛേദന എന്ന കർമ്മം സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം അബ്രഹാമിനെ നീതിമാനായി പ്രഖ്യാപിച്ചു. അങ്ങനെ അബ്രഹാം എന്തായി? എല്ലാവരുടെയും പിതാവായി. ആരുടെ? വിശ്വാസികളുടെ പിതാവായി. യഹൂദന്മാരിൽ നിന്നും പുറജാതികളിൽ നിന്നും ദൈവത്തിൽ വിശ്വാസമർപ്പിക്കുന്ന സകലരുടെയും പിതാവായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവം അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി പ്രഖ്യാപിച്ചു. അബ്രഹാം ഒരു ആത്മീക പിതാവാണ് സകല വിശ്വാസികളുടെയും. 13-17 വാക്യങ്ങളിൽ ഒരു വാഗ്ദത്തത്തെക്കുറിച്ച് പറയും. അവിടെ ലോക അവകാശി ആകും എന്നുള്ള വാഗ്ദത്തം അബ്രഹാമിനും അവൻ്റെ സന്തതിക്ക് ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിൻ്റെ നീതിയാലല്ല ലഭിച്ചത്. വീണ്ടും വാഗ്ദത്തം, അബ്രഹാമിന് ദൈവം കൊടുത്ത വാഗ്ദാനം. നീ ലോകത്തിൻ്റെ അവകാശിയാകും, നിന്നിൽ സകല സന്തതികളും അനുഗ്രഹിക്കപ്പെടും, നീ മുഖാന്തരം ലോകം അനുഗ്രഹിക്കപ്പെടും എന്നെല്ലാമുള്ള വാഗ്ദാനം നേടിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ന്യായപ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. അത് കൃപാദാനമാണ്, കൃപയാൽ ലഭിച്ച ദാനമാണ് എന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഗ്ദാനം, ഇവിടെ പുതിയൊരു വിഷയം, അവർ വാഗ്ദാനം എന്ന വാക്കാണ്. ഈ വാഗ്ദാനം സ്വന്തമാക്കുന്നത് ന്യായപ്രമാണത്താലല്ല. ഇപ്പം നീതീകരണവും അവകാശം അല്ലെങ്കിൽ വാഗ്ദത്തം അവകാശമാക്കുന്നതും ന്യായപ്രമാണത്തിന് പുറത്തുള്ള കാര്യമാണ്. ന്യായപ്രമാണത്തിൽ സാധിക്കുന്ന കാര്യങ്ങൾ. പിന്നെ എന്താ ന്യായപ്രമാണം? ന്യായപ്രമാണം പാപത്തെ കാണിച്ചു തരികയാണ്. റോമർ 3:20, ഗലാത്യർ 3:19, റോമർ 5:13, റോമർ 7 ഇതൊക്കെ നമ്മൾ വിശദമായി നേരത്തെ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല. ന്യായപ്രമാണം പാപത്തെ കാണിച്ചു തരുന്നു. ദൈവനം കേൾക്കുമ്പോഴെല്ലാം ദൈവം നമ്മുടെ കുറവുകളെ കാണിച്ചു തരുന്നു. വചനം കേട്ടതുകൊണ്ട് പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വചനം നോട്ട്ബുക്കിൽ എഴുതി വെച്ചുള്ള പ്രശ്നം പരിഹരിക്കപ്പെടില്ല. വചനം പറയുന്ന പോലെ നമ്മൾ ചെയ്യണം. അപ്പം ന്യായപ്രമാണം പാപങ്ങളെ കാണിച്ചു തന്നു. മാത്രമല്ല ന്യായപ്രമാണം കോപവും ക്രോധവും കൊണ്ടുവരുന്നു, കോപവും ശിക്ഷാവിധിയും കൊണ്ടുവരുന്നു. അതാണ് റോമലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3-ാം അധ്യായം 20 വരെ നമ്മൾ പഠിച്ചതാണ്. ന്യായപ്രമാണം കൊണ്ടുവരുന്നത് കോപമാണ്. നിയമം നമ്മളെ കാണിച്ചു തരുന്നത് പാപത്തിൻ്റെ ഫലമായി ദൈവത്തിൻ്റെ കോപം, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്ന കോപം. മൂന്നാമത് മനസ്സിലാക്കേണ്ടത് ന്യായപ്രമാണ പ്രകാരം ആരും ദൈവത്തിൻ്റെ അവകാശികളാകില്ല, ദൈവത്തിൻ്റെ മക്കളാകില്ല ന്യായപ്രമാണ പ്രകാരം. അപ്പോൾ ഈ വാഗ്ദത്തം അവകാശമാക്കുന്നത് ന്യായപ്രമാണത്താലല്ല. ന്യായപ്രമാണം ഒരിക്കലും സാധിക്കില്ല.
ന്യായപ്രമാണം ആവശ്യപ്പെടുന്ന പോലെ പൂർണ്ണമായിട്ട് അനുസരിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല. ന്യായപ്രമാണം കോപത്തിന് ഹേതുവാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് 15 വാക്യം, ന്യായപ്രമാണം കോപത്തിന് ഹേതുവാകുന്നു. ന്യായപ്രമാണം ഇല്ലാത്തിടത്ത് ലംഘനവുമില്ല. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് ഇപ്പം ന്യായപ്രമാണപ്രകാരം ഒരിക്കലും നമുക്ക് ഈ വാഗ്ദത്തം, ദൈവമക്കളെന്നുള്ള വാഗ്ദത്തം സ്വന്തമാക്കാൻ കഴിയില്ല. വചനത്തിൽ എല്ലാവരും പാപം ചെയ്തു എന്ന് പറയുന്നത് തന്നെ എല്ലാവരും ആ ന്യായപ്രമാണത്തിൻ്റെ കീഴിലാണ്. എല്ലാവരും ദൈവം പറഞ്ഞിരിക്കുന്ന വെച്ചിരിക്കുന്ന നിലവാരത്തിന് ഒത്തവണ്ണം ജീവിക്കാൻ പരാജയപ്പെട്ടെന്ന് കാണിക്കുകയാണ്. എല്ലാവരും പാപം ചെയ്തു. എല്ലാ പാപത്തിൻ്റെ പിന്നിലും ഒരു നിയമലംഘനമുണ്ട്. നിയമം ഉള്ളതുകൊണ്ടാണ് പാപിയെ, നിയമലംഘനമാണ് പാപം. അപ്പം ഈ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ ന്യായപ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണം. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കണമെങ്കിൽ ന്യായപ്രമാണത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കണം. റോമലേഖനം 3:4, റോമർ 2:1 മുതൽ 16 വരെ, റോമർ 5:12 മുതൽ 14 വരെ, റോമർ 7:7 മുതൽ 11 വരെ. കൂടാതെ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 55-56 വാക്യങ്ങളും അത് തന്നെയാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 55-56 വാക്യങ്ങൾ. അവിടെ പറയുന്ന വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. 1 കൊരിന്ത്യർ 15, 55, 56 വാക്യങ്ങളിൽ ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഹേ മരണമേ, നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, നിൻ്റെ വിഷമുള്ള എവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തി ന്യായപ്രമാണം. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. പാപം നമുക്ക് കാണിച്ചിരുന്നത് ന്യായപ്രമാണം. ന്യായപ്രമാണമാണ് ക്രൂസിൽ കർത്താവ് നിവൃത്തിയാക്കിയത്. അത് പരിഹാരം ഒരുക്കി തരികയാണ്. അപ്പോൾ ന്യായപ്രമാണ കീഴിലിരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം പാപത്തിൻ്റെ കീഴിലാണ്. പാപത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ കോപത്തിൻ്റെ കീഴിലാണ്. 3 വാക്കുകൾ. ന്യായപ്രമാണത്തിൻ്റെ കീഴിലാകുക എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ കീഴിലാണ്. പാപത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ ദൈവകോപത്തിൻ്റെ കീഴിലാണ്. അതുകൊണ്ട് ദൈവകോപത്തിൻ്റെ കീഴിലെന്ന് പറഞ്ഞാൽ നാം നീതിമാന്മാരല്ല എന്ന് വ്യക്തം. നമ്മുടെ എല്ലാ പരിശ്രമങ്ങളും ഒരിക്കലും വാഗ്ദാനം സ്വന്തമാക്കാൻ, നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല. അപ്പോൾ അബ്രഹാമിനുള്ള ഈ വാഗ്ദാനം 2 വാഗ്ദാനങ്ങളുണ്ട്. അതിൽ ഒന്ന് നീതീകരണവും ഒന്ന് വാഗ്ദത്തം. ഇത് അവകാശിയാകുമെന്ന വാഗ്ദത്തം. അവകാശം, നീതീകരണം, ഈ 2 വാഗ്ദാനങ്ങളും അത് വാഗ്ദാനമാണ്, അധ്വാന ഫലമല്ല. ദൈവമക്കളെന്നുള്ളത് വാഗ്ദാനമാണ്. അത് ന്യായപ്രമാണത്തിലൂടെയല്ല, വിശ്വാസത്തിലൂടെയാണ്. വിശ്വാസത്തിൽ നമുക്ക് ലഭിക്കുകയാണ്. 4-ാമത്തെ അതിൻ്റെ 16-ാം വാക്യം പറയുന്നില്ല, അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താലത്രേ അവകാശികളാകുന്നത്. വിശ്വാസം. അപ്പോൾ അത് നമ്മൾ നേടിയെടുക്കുന്നതാണെങ്കിൽ അത് ദാനമല്ല. നമ്മൾ ജോലി ചെയ്തിട്ട് കിട്ടുന്ന കൂലി ദാനമല്ല, നമുക്ക് കടമാണ്. വിശ്വാസവും കൃപയും പരസ്പര പൂരകങ്ങളാണ്, ചേർന്നിരിക്കുന്ന, വേർപെടുത്താൻ കഴിയാത്ത ഘടകങ്ങളാണ്. ക്രൂശ് ആണ് കൃപയുടെ അടിസ്ഥാനം. കൃപ നമ്മളിലേക്ക് എത്തിച്ചത് ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശാണ്. ആ കൃപ നമ്മെ വിശ്വാസത്തിന് വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഈ അവകാശം എന്നുള്ളത് കൃപയാലാണ്, പ്രമാണത്താലല്ല. അപ്പോൾ ഈ അവകാശം നമുക്ക് ലഭിക്കണമെങ്കിൽ നാം വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെടണം. അതാണ് 16-17 വാക്യങ്ങളിൽ കാണിച്ചിരുന്നത്. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ വിളിക്കുകയും ചെയ്യുന്നവരെ താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ. അവർ ദൈവത്തെ വിശ്വസിച്ചു. ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൻ്റെ മുഴുവൻ 29 വാക്യങ്ങൾ വായിച്ചത് കാണാം. അപ്പോൾ അവകാശം പ്രാപിക്കുന്നത് അത് വാഗ്ദാനമായിട്ടാണ്. നമ്മുടെ കഴിവ്, അധ്വാന ഫലമല്ല. ഇബ്രായലേഖനം 6:17-18. അതുകൊണ്ട് ഇത് വാഗ്ദാനമായിരിക്കാൻ വിശ്വാസത്താലാണ് ഇത് സ്വന്തമാക്കേണ്ടത്. അപ്പോൾ ഏകദേശം ഇതാണ് നമ്മൾ കഴിഞ്ഞ പഠനങ്ങളിൽ 16 വാക്യങ്ങളിൽ നമ്മൾ കണ്ടത്. തുടർന്ന് 17 വാക്യം 25 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ആവശ്യപ്പെടുന്നത് ഈ വാഗ്ദാനം നമുക്ക് ലഭിക്കണമെങ്കിൽ, നീതികരണം നമുക്ക് ലഭിക്കണമെങ്കിൽ അബ്രഹാമിൻ്റെ ചുവട് പിന്തുടരണം. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ അനുഗമിക്കണം. അതുകൊണ്ടാണ് അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവായി വച്ചിരിക്കുന്നത്. അബ്രഹാമിന് എപ്രകാരം ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നുവോ, ഏതെല്ലാം പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവത്തിൽ തന്നെ ഉറച്ചു നിന്ന ആ വിശ്വാസം നാം പഠിക്കണം. അതുകൊണ്ടാണ് ഈ പുസ്തകത്തിൻ്റെ അവസാന വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, 24-ാം വാക്യത്തിൽ, ഇത് 23 മുതൽ വായിച്ചാൽ, അവന് കണക്കിട്ടു എന്ന് എഴുതിയിരിക്കുന്നത് അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മെ വിചാരിച്ചും കൂടെയാണ്. നമ്മളെ പഠിപ്പിക്കാനാണ്, നമ്മളെ പ്രബോധിപ്പിക്കുകയാണ്. ഇപ്പോൾ പൗലോസ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെ വിശദമായി അവതരിപ്പിക്കുകയാണ് 17 മുതൽ 25 വാക്യങ്ങളിൽ. എങ്ങനെയാണ് നാം നീതീകരിക്കപ്പെടുന്നത്? അബ്രഹാമിൻ്റെ കുറിച്ച് എഴുതിയത് നമുക്ക് വേണ്ടിയാണ്. ഇന്ന് നമ്മോട് സംസാരിക്കുകയാണ് അബ്രഹാമിൻ്റെ വിശ്വാസത്തെക്കുറിച്ച്. അബ്രഹാം ദൈവത്തിൽ വിശ്വാസമർപ്പിച്ചു, ദൈവം എന്ന വ്യക്തിയിൽ വിശ്വാസമർപ്പിച്ചു. ഒരു വ്യവസ്ഥയിലല്ല, ഒരു പദ്ധതിയിലല്ല, തന്നിലല്ല, തൻ്റെ വിശ്വാസത്തിലല്ല, ബട്ട് ഇൻ എ പേഴ്സൺ. ദൈവം എന്ന വ്യക്തി. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം തന്നോട് വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ
കാരണം യേശുക്രിസ്തു അബ്രഹാമിനെ കുറിച്ച് യോഹന്നയുടെ സുവിശേഷം 8-56 വാക്യത്തിൽ ഇങ്ങനെ പറയും, നിങ്ങളുടെ പിതാവായ അബ്രഹാം എൻ്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു. വിശ്വാസത്തോടെ ഉല്ലസിക്കുകയാണ്, വെറുതെ കണ്ണടച്ച് വിശ്വസിക്കുകയല്ല, ഉല്ലസിച്ചു. അവൻ കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു. തൻ്റെ പുത്രനായ ഇസ്ഹാക്കിനെ യാഗം കഴിക്കുന്നതിനെക്കുറിച്ചാകാം, ദൈവപുത്രനായ മശിഹയുടെ ആഗമനത്തെക്കുറിച്ച്, ലോകത്തിന് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹത്തെക്കുറിച്ച് അബ്രഹാം കണ്ടു ഉല്ലസിച്ചു എന്ന് പറയുന്നു. അബ്രഹാമിൻ്റെ വിശ്വാസം ദൈവത്തിലും മാത്രമല്ല ദൈവത്തിൻ്റെ ശക്തിയിലുമായിരുന്നു. മരിച്ചവരെ ജയിപ്പിക്കുകയും ഇല്ലാത്തതിനും ഉള്ളതിനെ വിളിക്കുന്ന ദൈവത്തിലും ദൈവത്തിൻ്റെ ശക്തിയിലും. 2 കൊരിന്ത്യർ 1:9, കൊലോസ് 2:12 സ്നാനത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ മരിച്ചെന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിൽ നമ്മുടെ വിശ്വാസം വയ്ക്കണം. ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ മരണത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയുമെങ്കിൽ അതേ ശക്തനായ ദൈവത്തിൽ നമ്മുടെ വിശ്വാസം വയ്ക്കണം. ദൈവത്തിന് കഴിയും. ഇബ്രാഹിം 13:20 13:20 ഇപ്രകാരമാണ് പറയുന്നത്. കൂടാതെ 1 പത്രോസ് 1:21 ഇബ്രാഹിം 13:20 പറയും, നിത്യനിയമത്തിൽ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായി നമ്മുടെ കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാന ദൈവം. കർത്താവ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം, അത് കഴിയുന്ന ദൈവത്തിൽ, സർവ്വശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നമ്മൾ ആശ്രമിക്കണം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-21 വാക്യത്തിലും പത്രോസ് ഇപ്രകാരമാണ് പറഞ്ഞത്. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-21 വാക്യത്തിൽ, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന്, വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടത്. ദൈവം അവനെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച് അവനെ തേജസ് കൊടുത്തിരിക്കും. ദൈവത്തിന് ഇത് കഴിയുമെങ്കിൽ ദൈവം പറയുകയാണ്, ചോദിക്കുകയാണ്, എനിക്കെൻ്റെ പുത്രനെ മരണത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാമെങ്കിൽ ആത്മീയമായി മരിച്ചു കിടക്കുന്ന നിങ്ങളെ എന്നിൽ വിശ്വാസം അർപ്പിച്ചാൽ ഞാൻ എത്രമാത്രം നിങ്ങളെ വീണ്ടും ജനിപ്പിക്കും. അപ്പോൾ വിശ്വാസത്തിൽ നാം വിശ്വസിക്കണം, അംഗീകരിക്കണം. ദൈവത്തിനെ മരിച്ചവരെ ജയിപ്പിക്കാൻ കഴിയും. റോമർ 10:9-10 വരെ. അത് പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറയും, സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കേണ്ട, ഏറ്റുപറയേണ്ട വിശ്വാസമാണത്. ദൈവം മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിൻ്റെ പുത്രനെക്കുറിച്ച് റോമലേഖനം 10-9-10 വാക്യങ്ങൾ. യേശുവിനെ കർത്താവ് എന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും വേണം. ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് ഒരു സംശയം വരരുത്. അത് വ്യക്തമായി ആവശ്യപ്പെടുകയാണ്. 1 കൊരിന്ത്യർ 15:1-4 വരെ സുവിശേഷം വ്യക്തമായി പറയും, തിരുവെഴുത്തുകൾ പ്രകാരം ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കൊലോസ്യർ 2:12 അത് വിശദമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസം അദൃശ്യമായ യാഥാർത്ഥ്യങ്ങളെ ഉറപ്പിക്കുകയാണ്. കാണാൻ കഴിയില്ല, അദൃശ്യമാണ്, പക്ഷേ സത്യമാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുകയാണ്. തോമസ് കർത്താവിനെ കണ്ടില്ല, സംശയിച്ചു. തോമസിൻ്റെ അടുക്കലേക്ക് കർത്താവ് വന്നു, ശിഷ്യന്മാരുടെ നടുവിലേക്ക്. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. 2 കൊരിന്ത്യർ 5:7 നാം കാഴ്ചയാലല്ല വിശ്വാസത്താൽ. വിശ്വാസം എന്തെന്ന് എബ്രായ ലേഖനം 11:1-3 വരെ, പത്രോസിൻ്റെ 1-ാം ലേഖനം 8-9 വരെ, 1-ാം അധ്യായം. നാം അവനെ കണ്ടിട്ടില്ലെങ്കിലും അവനെ വിശ്വസിക്കുന്നു, അവനെ സ്നേഹിക്കുന്നു. ഇതാണ് റോമർ 4:18 പറയുന്നത്. റോമർ 8:24-25 കാണുന്ന പ്രത്യാശയല്ല. അപ്പോൾ ഇവിടെ പൗലോസ് വ്യക്തമായി വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. ദൈവം തന്നോട് പറഞ്ഞതുപോലെ ആശയ്ക്ക് വിരോധമായ ആശയോടെ, അതായത് പ്രത്യാശ തരുന്ന, ആശയ്ക്ക് വക തരുന്ന ഒരു സാഹചര്യങ്ങളുമില്ല. എന്നിട്ട് അതെല്ലാം മറികടന്ന് ദൈവത്തിൽ വിശ്വസിച്ചു. നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമുണ്ടാകണം. അത് വചനമാണ്, ദൈവമാണ്. ദൈവവചനത്തിലൂടെ നാം വിശ്വസിക്കുന്നു, പ്രത്യാശയോടെ വിശ്വസിക്കുന്നു. ഗലാത്യർ 3:16, റോമലേഖനം 10:8-17 വരെ, ഗലാത്യർ 3:8, എഫേസ്യർ 1:12-14 വരെ, എബ്രായ ലേഖനം 4:26. അപ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച്. മൂന്നാമത് നമ്മൾ ആരംഭിച്ചിട്ട് അവസാനിപ്പിക്കുന്ന അടുത്ത ദിവസം തുടരാം, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച്. റോമലേഖനം 4-ാം-അധ്യായത്തിൻ്റെ 20-21 അബ്രഹാമിൻ്റെ വിശ്വാസത്തിൻ്റെ മാതൃക അവതരിപ്പിക്കുക. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. സംശയിച്ചില്ല, ശക്തമായി പൂർണ്ണമായി ഉറച്ചു. അവർ ദൈവത്തിൻ്റെ ശക്തിയിൽ മാത്രമല്ല, ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ വിശ്വസിച്ചു. ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം, നിൻ്റെ സന്തതി ഇവണ്ണമാകും എന്ന് ദൈവം അബ്രഹാമിൻ്റെ വാഗ്ദാനം ചെയ്തു. സാധാരണ മനുഷ്യൻ ചെയ്ത വാഗ്ദാനമല്ല, ദൈവം ചെയ്ത വാഗ്ദാനമാണ്. ഞാൻ നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കാം, നീ എന്നോട് ഏറ്റുപറയുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ച് നിന്നെ വിശുദ്ധീകരിക്കാം. വിശ്വസിക്കുക, സ്നാനമേൽക്കുക ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ദൈവം തരുന്ന വാഗ്ദാനമാണ്, അത് വിശ്വസിക്കണം, സംശയിക്കരുത്. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. അബ്രഹാമിനെ ദൈവം ഒരു മകനെ നൽകും, ഒരു സന്തതിയെ തരും, ഒരു പരമ്പര തരും. അത് സംഭവിക്കാനുള്ള സാധ്യതകൾ ഒന്നും തൻ്റെ മുമ്പിലില്ല. എന്നിട്ട് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു.
അവിശ്വാസത്താൽ സംശയിച്ചില്ല. സംശയമുണ്ടായില്ല, മടിച്ചില്ല, സംശയിച്ചില്ല, സങ്കോചിച്ചില്ല. ദൈവം പറഞ്ഞ് വിശ്വസിച്ചു. അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ബലപ്പെട്ടു, ശക്തിപ്പെട്ടു. വിശ്വാസം വർദ്ധിക്കുക ചെയ്തത്. സാധ്യതകളൊന്നും കാണുന്നില്ല, എങ്കിലും വിശ്വാസം വർദ്ധിച്ചു. താൻ വിശ്വാസത്താൽ ബലപ്പെട്ടു. അബ്രഹാം ശക്തി പ്രാപിച്ചു. ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും ഉറപ്പോടെ വിശ്വസിച്ചു. നമ്മൾ അഭ്യാസം ചെയ്യും, ശാരീരിക അഭ്യാസം ചെയ്യും, ശരീരത്തിന് ബലം കിട്ടും. അതുപോലെ വിശ്വാസത്തിൻ്റെ അഭ്യാസം അബ്രഹാം സ്വീകരിച്ചു. വിശ്വാസത്തിൽ ബലം പ്രാപിച്ചു. ഓരോ മലകളും ചവിട്ടിക്കയറാൻ, ഓരോ കടമ്പകളും മറികടക്കാൻ, ഓരോ പ്രതികൂലങ്ങളും മറികടക്കാൻ അനുവദിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വാസയാത്രയിൽ അബ്രഹാം മുന്നേറി. നമുക്കുള്ള പാഠമാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അനുഗമിക്കാൻ ആവശ്യപ്പെടുകയാണ്. അബ്രഹാം വിശ്വാസത്തിൽ ബലപ്പെട്ടു. അത് നമുക്ക് ബാക്കി അടുത്ത ദിവസം നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിച്ചില്ല. ദൈവം പറഞ്ഞ് ചെയ്തു തരും. ഞാൻ നിനക്ക് പരിസമാപ്തി വരുത്തും. ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരും. നീ നിലവിളിച്ചാൽ നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കും. എൻ്റെ കണ്ണ് നിൻ്റെ മേലുണ്ട്. ഞാൻ നിന്നെ അനാഥനായി വിടുകില്ല. ഞാൻ നിന്നെ കൈവിടില്ല. എന്തുമാത്രം വാഗ്ദാനങ്ങളാണ്. അവിശ്വസിക്കരുത്, സംശയിക്കരുത്. വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അവൻ വാഗ്ദത്തം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. നമുക്കതിനെക്കുറിച്ച് അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നിങ്ങളെ ഒരു വിശ്വാസമായി കാണുവാനിട വരട്ടെ. വിശ്വാസം വളരട്ടെ, ബലപ്പെടട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത ദിവസം.